പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും, പ്രത്യേകിച്ച് സേറ്റനിസ്റ്റുകൾ, മന്ത്രവാദികൾ, കൂടോത്ര പ്രചാരകർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ തുടങ്ങിയവരുടെ എല്ലാവരുടെയും മാനസാന്തത്തിനു വേണ്ടി, ആത്മരക്ഷയ്ക്കു വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും യുവജനങ്ങൾക്കും ദൈവിക ജ്ഞാനവും ദൈവഭയവും ദൈവിക അറിവും വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമായ വിശ്വാസവും ലഭിക്കുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോ തിരുവിലാവിന്ന് എനിക്കും എൻ്റെ വൈദിക സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ മലയാളി വൈദികർക്കും, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മെത്രാന്മാർക്കും സന്യസ്തർക്കും പ്രാർത്ഥനാരൂപി ദൈവഭയവും ആനുകാലിക കാര്യങ്ങളിൽ ഞങ്ങളുടെ ചില മെത്രാന്മാർ പറയുന്ന തറയിൽ പിതാവൊക്കെ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും തോണി പിതാവും ചിലപ്പോൾ പറയും വേണ്ടി ധൈര്യവും തൻ്റെ ഇടവും വിവേകവും ലഭിക്കുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട അമൂല്യമായ തിരുരക്തമേ, തിരുജലമേ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, മറുനാടൻ മലബാറിയായ നിക്കോളസ് അച്ഛനാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയതാണ് മന്ത്രവാദം കൂടോത്രത്തെക്കുറിച്ചുള്ള ചർച്ച. ഞാൻ വിശ്വസിക്കുന്നില്ല മിസ്റ്റർ സുധാകരനോ അല്ലെങ്കിൽ ഉണ്ണിത്താനോ ചെയ്തതായിട്ട്. അവർക്ക് എതിരായിട്ട് ചെയ്തിട്ടുള്ളത് ശരിയായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല, അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. അവർക്ക് അന്ധവിശ്വാസമുണ്ട്, വിശ്വാസമുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ന്യൂസ് 18ലും മറ്റ് മാധ്യമങ്ങളിലും അങ്ങനെ ഒരു അന്ധവിശ്വാസമാണ് അതൊക്കെ എന്ന് പറയുന്നത് തെറ്റാണ്. അത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ 74 മുതൽ ഞാൻ കണ്ടു കഴിച്ച കാര്യങ്ങൾ പലതും ഉണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യം മാത്രം ഇപ്പോൾ എടുത്ത് പറയുകയാണ്. ദൈവം ബാലന്മാർ സൃഷ്ടിച്ചു. 9 കൂട്ടം ബാലകന്മാരാണ്. അതിലൊരു കൂട്ടർ ലൂസിഫറിൻ്റെ കീഴിലുള്ളവർ ദൈവത്തെ വെല്ലുവിളിച്ച് അനുസരിക്കാതെ ഇരുന്നുവെന്നാണ് നമ്മുടെ പഴയ നിയമ ഗ്രന്ഥത്തിൽ ഒക്കെ പറയുക. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. അവരാണ് സാത്താനും അവൻ്റെ കൂട്ടാളികളായ പിശാചുക്കൾ. അവരെ പുറന്തള്ളി സ്വർഗത്തിന് പുറത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുക. അത് യേശു തൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. യേശുവിനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് തുടക്ക കാലഘട്ടത്തിൽ ലൂക്കായുടെ സുവിശേഷം 4 പറയുന്നത് പോലെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പിശാച്, സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നത് ഇതൊക്കെ പണ്ടത്തരായിരിക്കും. പക്ഷെ ഇവരൊക്കെ പിശാചിൻ്റെ കൂടുതലെ തന്ത്രങ്ങളിൽ പെട്ടവരാണെന്നാണ് ഞാൻ പറയുക. ഈ നിരീശ്വരവാദം, യുക്തിവാദമൊക്കെ പിശാചിൻ്റെ ആയുധങ്ങളാണ്. അവൻ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള പരിപാടിയാണ്. ഇനി കോൺഗ്രസ്സുകാർ തുടങ്ങിയിട്ടുള്ള മതേതരന്മാരെ കുറിച്ച് പറഞ്ഞ മതേതരം എന്ന് പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശമുണ്ടെന്നാണ്. നമ്മുടെ ഡിവൈഎഫ്ഐക്കാർ മാത്രം യൂത്ത് കോൺഗ്രസ്സുകാർ പലരും ചിന്തിക്കുന്നത് മതം വേണ്ട എന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ്. നമ്മുടെ ഭരണഘടന അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മതേതരം എന്ന് പറഞ്ഞാൽ, സെക്യുലർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം നിഷേധിക്കുക എന്നല്ല. ഒരു മതത്തിനും രാഷ്ട്രം അടിമയായി നിൽക്കില്ല. രാഷ്ട്രം, സ്റ്റേറ്റ് ആൻഡ് റിലിജൻ സെപ്പറേറ്റഡ് ആണ്. അതാണ് പറയുക. അതുപോലെ ഓരോ മതങ്ങൾക്കും അത് അന്ധവിശ്വാസമാണ്, കുന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അന്ധവിശ്വാസം നടക്കുന്ന കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഞാനത് പറയാം. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞാൽ വിഷമമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഒരു പെന്തക്കോസ്തുകാരെ പോലെ ഞാൻ തുറന്നടിച്ച് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമയ്ക്കാവും. പക്ഷേ ഒരുപാട് അന്ധവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഈ കാലത്തുമുണ്ട്. പ്രബുദ്ധമായ നവോത്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ച കേരളത്തിലും കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും പറയുന്ന കേരളത്തിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എത്ര ആളുകൾ ഇന്നും കൂടോത്രങ്ങളും മന്ത്രവാദം ചെയ്ത് ജീവിക്കുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കേസ് ഞാൻ ഓർക്കുകയാണ്. കൂടത്തായി, കണ്ണൂരിനടുത്തുള്ള കൂടത്തായി ഉണ്ടായ കൊലപാതകം. ആ ടീച്ചർ അവൾ സ്വന്തമായി ചെയ്തതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുക. അവൾ സ്വന്തം ഭർത്താവിനെ ആരൊക്കെ കൊന്നു കളഞ്ഞിട്ടൊരു കേസുണ്ടായല്ലോ, അധികം കൊല്ലങ്ങളായിട്ടില്ല. പക്ഷേ അവളുടെ ചരിത്രത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഇടുക്കിയിൽ രാജാക്കാടുള്ള ഒരു മന്ത്രവാദിയുടെ ഭവനത്തിൽ പ്രവേശിച്ചിരുന്നു. ഈ മന്ത്രവാദികൾ ഒരു തരത്തിലുള്ള ജ്യോത്സ്യന്മാർ തന്നെയാണ്. ഈ ജ്യോത്സ്യന്മാരെന്ന് പറയുന്നത് ജ്യോതിഷന്മാർ ചിലർക്ക് ശാസ്ത്രമൊക്കെ പറയുന്നുണ്ടെങ്കിലും
കുറേ എണ്ണം ഈ മന്ത്രവാദത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്. എൻ്റെ നാട്ടിലങ്ങനെ കുറച്ച് ഒരു 2 പേരുണ്ട്. ഒരു പ്രത്യേക ഒരു വൈദ്യരുണ്ടായിരുന്നു. അയാൾക്ക് മന്ത്രവാദമാണ് കാര്യം. ഞാൻ ചെമ്മാസനായി ഉടുപ്പിട്ട കാലം തൊട്ട് ഞാൻ വെല്ലുവിളിക്കുക അയാളെ. അവസാനം അയാൾ നിരാശയായിട്ട് മരിച്ചു. അങ്ങനെ ഉണ്ടായത് പാപം. അപ്പോൾ മന്ത്രവാദം പിശാചിൻ്റെ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടൊരു പരിപാടിയാണ്. മന്ത്രവാദം കൂടോത്രം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോർസറി ആൻഡ് വിച്ച് ക്രാഫ്റ്റ്. ഓരോ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഞാൻ പറയുന്നത് ആ പിശാചിനെ കൈൻ്റെ സഹായം തേടുന്നവർ ഒരുപാട് പേരുണ്ട്. അവരാണ് ചിലപ്പോൾ സ്വയം സേവിക്കുകയാണ്, പിശാചിൻ്റെ ശക്തിയെ ആവശ്യിക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നവരാണ് പല മന്ത്രവാദികളും ജ്യോതിഷന്മാരും എന്നുള്ളത് സത്യമാണ്. ആ മനുഷ്യൻ്റെ ആ സ്ത്രീയുടെ കേസ് ഞാനത് ഒരു പ്രശസ്തമായൊരു കേസായതുകൊണ്ട് പറയുകയാണ്. ആ കേസിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ, കോടതിയൊക്കെ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ആ സഹോദരി ടീച്ചർ അങ്ങനെ ഒരു തല്ലിപ്പൊളി പെണ്ണായിരുന്നില്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ അവൾക്ക് കിട്ടിയ പ്രചോദനം ശത്രുക്കളെ നിഹരണം ചെയ്യാൻ പിശാച് കൊടുത്തൊരു ശക്തിയാണ് അത് ചെയ്തിപ്പിച്ച്. അങ്ങനെയുള്ള ക്രൂരകൃത്യം ചെയ്യുന്നതൊക്കെ പിന്നിൽ അവരുണ്ട്. ആ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന പലരുടെയും അടിയിൽ ദൈവവിശ്വാസമില്ലായ്മയും പൈശാചിക ശക്തിയുടെ പ്രവർത്തനമുടി, പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും. അതെങ്കിലും നമ്മൾ നമ്മുടെ വൈദികരായി ഞങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് സത്യമാണ്. ഇന്ന് പലതരത്തിലാണ് പിശാച് പ്രവർത്തിക്കുക. അപ്പോൾ ആ സുധാകരനെതിരായിട്ടുള്ള കൂടോത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, സുധാകരനോട് എതിരുള്ള ആരെങ്കിലും, അത് കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ നമുക്കറിയില്ല, അത് മെല്ലെ മെല്ലെ പുറത്ത് വരട്ടെ. ഇപ്പം നടന്നൊന്നുമല്ല, എങ്കിലും അയാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടത്. അതാണ് ഒരാൾ നമുക്ക് വിശ്വാസം നമ്മൾ ഉറച്ചവനല്ല എങ്കിൽ ആരെങ്കിലും മന്ത്രവാദ കൂടോത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. പിശാച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഭാഗം. അപ്പോൾ മറ്റവർ ചെയ്യുന്ന കൂടോത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചിലവർ നമ്മൾ തന്നെ ചേത്തസേവയ്ക്ക് പോകും. ചാത്തസേവ എന്ന് പറയുന്നത് ഈ മന്ത്രവാദത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ചാത്തൻ്റെ ശക്തി ആവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. 86കളിൽ ഞാൻ അവിടെ ചിറക്കലിരിക്കുമ്പോൾ ഏറ്റവും നമ്മുടെ VM സുധീരനെ കുറിച്ചും ചില പറയുണ്ടായി. സുധീരനെ കുറ്റമായിട്ട് കാര്യമൊന്നുമില്ല. സുധീരൻ്റെ നാട്ടിലുള്ള പെരിങ്ങോട്ടുകര നടക്കുന്ന കാര്യമാണിത്. ഒരു വലിയൊരു അമ്പലമുണ്ട്, ചാത്തൻ സേവാ മഠത്താ പറയും. ചാത്തനെ സേവിക്കാൻ പോവുകയാണ്. ആ 80ൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ കയറി ചെന്നു. ഞാൻ എൻ്റെ സ്കൂട്ടർ പുറത്ത് നിർത്തി ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ പൂജാരി അവിടെയുണ്ട്. ഞാൻ ഒരു ജിജ്ഞാസയോടൊക്കെ ചോദിച്ചു. ആ ഹോമകുണ്ടൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളായാലും എനിക്ക് വിശദീകരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. സാത്താനെ പൂജിക്കുകയാണ്. ആ സാത്താനെ ഇന്ന് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ചാത്ത സ്വാമി എന്നാണ് വിളിക്കുന്നത്. സ്വാമി തമിഴിൽ പറഞ്ഞാൽ ദൈവമാണ്, ലോഡാണ്. നമ്മുടെ മുരുകസ്വാമി എന്ന് പറയാം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നല്ല സന്യാസികളെ സ്വാമി എന്നൊക്കെ പറയാം. പക്ഷേ പിശാചിനെ സ്വാമി എന്ന് വിളിക്കുന്നത് ഏറ്റവും തെറ്റായ ആരെയാണ് ഇന്നും പറയുന്നു. അത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ചാത്തസേവയ്ക്ക് വരുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നോട് ഓർക്കുകയാണ് ഞാൻ. അന്ന് ആ കാലഘട്ടങ്ങളിലും പിന്നീടും ഒക്കെ കുറേ നാളുകളോളം തമിഴ് സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ജെമിനി ഗണേശൻ, ശിവാജി ഗണേശൻ, അതുപോലെ 1-2 പേരുടെ പേരുകൊണ്ട് പറഞ്ഞു, നാഗേഷാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ രാത്രി കാലങ്ങളിൽ ഈ പെരിങ്ങോട്ടേരെ വന്ന് ചേത്തസാവ പൂജിച്ച് പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പേരും പെരുമയും പണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാൽ കമലഹാസൻ തിരിച്ചമറിച്ചാണ്. അവന് വിശ്വാസമൊന്നുമില്ല. ഇനി രജനികാന്തിന് ഹൈന്ദവ വിശ്വാസമുണ്ട്, അവന് തൊഴിലാളിയായിരുന്നു. അപ്പോൾ അത് ഹിന്ദു വിശ്വാസങ്ങളാണ്. പക്ഷേ സാത്താൻ വിശ്വസിക്കുന്ന ഒരുപാട് സിനിമാ താരങ്ങൾ ബോളിവുഡിലും ടോളിവുഡിലും കോളിവുഡിലും കേരളവുഡിലൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അവരാണ് ഈ സാത്താൻ ഗ്രൂപ്പിന് പിന്നാലെ നടക്കുന്നവരും. അവരാണ് തൊല്ലിപ്പള്ളി സിനിമകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അത് പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ ജെമിനി ഗണേശന് ശിവാജിന് തമിഴ് പഠിക്കാൻ വേണ്ടി ഈറോഡിക്കുമ്പോൾ ശിവാജി ഗണേശൻ സിനിമ ഞാൻ കാണും. ഒരു കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് തമിഴ് പറയാൻ ഒരു ആവേശം കിട്ടി തുടങ്ങിയത്. ഞാൻ ഭാഷ പഠിക്കാൻ വേണ്ടി ക്ലാസ്സും പോയിട്ട് അവർ തമിഴൊക്കെ അത്യാവശ്യം പറയായിരുന്നു അന്ന് 80കളിൽ 79 ഒക്കെ കാലഘട്ടത്തിൽ. അപ്പോൾ പ്രശസ്തിക്ക് വേണ്ടി പിശാചിനെ സേവിക്കുന്നവരുണ്ട്. അതാണ് ചാത്തൻ സേവ. അത് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട്. എൻ്റെ അടുത്തുള്ള പറയേണ്ട അമ്പലം എന്ന് പറയുന്നത് വാടാപ്പിൽ അമ്പലത്തിൽ അത് തന്നെയാണ് നടക്കുക. ആ പറയുന്ന ആ സഹോദരൻ എൻ്റെ കുടുംബം, അളിയൻ്റെ കുടുംബം എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ ഒരിക്കൽ അവിടെ കയറി ചെന്നതുപോലെ തന്നെ പണ്ട് വാടാനപ്പള്ളിയിൽ വേറൊരു CM അച്ഛൻ കൂടെ. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞത്, അച്ഛാ
കൊച്ചിയിൽ നിന്ന് മാപ്പിളിച്ചിരിമാർ അത് ചേട്ടാന്മാരെ മുണ്ടും ചാട്ടി രാത്രി വരുള്ള ആൾക്കാർ കാണാതിരിക്കാൻ ഇവിടെ വന്ന് ഈ പറയേണ്ട എൻ്റെ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്ത് പോവാണ് അനുഗ്രഹം കിട്ടാൻ, ശത്രുവിനെ സംഹരിക്കാനും പണം ഉണ്ടാവാനും മക്കൾക്ക് പണം ഉണ്ടാവാൻ, ഇങ്ങനെയുള്ള കാര്യം പലതരത്തിലാണ് ചാത്തൻ്റെ പിന്നാലെ പോവുക. ഇത് നമ്മുടെ പ്രബുദ്ധമായ കേരളം മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും പിശാച് പോവില്ല. പിശാച് അവൻ്റെ പ്രവർത്തനം ചെയ്തേയിരിക്കും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്, തെറ്റാണ്. ക്രിസ്ത്യ പുരോഹിതരായ എനിക്കും എൻ്റെ ക്രിസ്ത്യ സഭകൾക്കും അത് നിഷിദ്ധവുമാണ്. അപ്പോൾ ചാത്തൻ സേവ അത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെയുള്ള കൽപ്പനയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ശക്തിയും ആരാധനയും പിശാചിന് കൊടുക്കുന്നതാണ് ചാത്ത സേവയുടെ കാര്യം. അത് പലതരത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കാം, പൂജകൾ ചെയ്യാം. ഞാൻ അവിടെ കണ്ടത് കോഴിനെ അടിക്കില്ല. എൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ എൻ്റെ പഠിക്കുന്ന കാലങ്ങളിൽ തോറ്റം പാമ്പിനാളം വരുമ്പോൾ അവിടെ 2 പേര് തുള്ളും, ഒരു പെണ്ണും ഒരു ഞങ്ങളുടെ അയൽവാസികളാണ്, തുള്ളി ചാടി ചാത്തിന് ബലി അർപ്പിക്കാൻ പറയും. അപ്പോൾ എന്താ ചെയ്യുക, രാത്രി ഞങ്ങൾ കാണാൻ ചെന്നിരിക്കും, എൻ്റെ ചേട്ടന്മാരെ നാട്ടിലെ ചേട്ടന്മാരെ കൂടിയിട്ട്. അപ്പോൾ കോഴിയുടെ കഴുത്തറക്കാണ്. അപ്പോൾ കോഴിയുടെ രക്തം പിശാചിന് കൊടുക്കുകയാണ്, ചാത്ത സാമി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളന്മാർ പാട്ടുപാടും. ഇത് ഇന്നും നടക്കുന്നു. ഇതൊക്കെ വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആഘോഷിക്കുകയാണ് സംസ്കാര കേരളത്തിൻ്റെ ഭാഗം എന്ന് പറയും. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾ ചിലർക്ക് പറയുന്നത് മാധ്യമങ്ങൾ അതൊക്കെ ഇല്ലെന്ന്. ഇവർക്ക് നിർത്താൻ പറ്റുമതൊക്കെ. സാധാരണ ജനങ്ങളുടെയും പ്രബുദ്ധരായ ഹിന്ദുക്കളുടെയും അടിയിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ഇനി അവരെ മാത്രം ഞാൻ കുറ്റം പറയില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം കണ്ടത് 74-ലാണ്. എൻ്റെ പള്ളിയിൽ പാലക്കാട് കക്കാന്തറ പറയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. പക്ഷേ അത് പൂർത്തിയാക്കാത്തൊരു ചരിത്രമാണ്. അതുകൊണ്ട് പകുതിയെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. ആ ചേട്ടൻ ചെയ്തൊരു കാര്യമുണ്ട്. ചേട്ടൻ എൻ്റെ മുറിയിൽ വന്നിട്ട് പറ, അച്ഛൻ എനിക്കൊരു വലിയൊരു കുരിശ് വേണം, സുറിയാനിയിൽ പിശാചിനെ ഒഴിവാക്കുന്ന മന്ത്രവാദം ഒഴിവാക്കുന്ന പ്രാർത്ഥന എല്ലാം പറഞ്ഞു. എൻ്റെ പൊന്നെ, സുറിയാനി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കേസ് നടന്നിരുന്ന കാലമാണ് 71 72 സെമിനാരിയിൽ. അപ്പോൾ അത് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയായിരുന്നു അന്ന്. പക്ഷേ ഞാൻ അതിനെ ഓർത്തില്ല. പക്ഷേ ഇയാളുടെ മുഖം കണ്ടപ്പോൾ ആളാകെ ഒരു മെൻ്റലായിട്ട് വളരെ ഇതാണ്. അപ്പോൾ അയാളോട് പറഞ്ഞു കൊടുത്തത്, അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അപ്പൻ എനിക്കാരും മന്ത്രം ചെയ്യുമെന്നാണ് പറയുന്നത്, അസാണിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വരാം ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ വിളിക്കും. എനിക്കൊന്നാലും വിട്ടുകൊടുത്തില്ല. ഞാൻ ചേട്ടനും കൂട്ടി എൻ്റെ പള്ളിയിൽ കയറി കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ 74 വയസ്സുള്ള ഒരു കൊച്ചച്ഛനാണ്. ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവ് എന്താണ് ഈ ചേട്ടൻ്റെ മനസ്സിൽ കിടക്കുന്നത് കാണിച്ചു തരണമെന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടനൊക്കെ തോളിൽ കൈയിട്ട് ഇങ്ങനെ പുറത്ത് തോളിൽ കൈയിട്ട് ചേട്ടൻ കൈ പൊക്കിയപ്പോൾ എനിക്ക് സംശയമായി. പിന്നെ തുടങ്ങി. അതാണ് എൻ്റെ ആദ്യത്തെ ഭൂതോച്ചാടനം. ഞാൻ അദ്ദേഹത്തിന് വീണ്ടും പാർലറിൽ കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഷ്ടത്തിൽ ഏലസിൽ കെട്ടിവെച്ചിരിക്കുക, 2 കഷ്ടത്തിൽ. അപ്പം ഞാൻ പിന്നെ ചോദിച്ചു തുടങ്ങി. എൻ്റെ സാമാന്യ ബുദ്ധി വെച്ചുകൊണ്ട് അന്നേ തുടങ്ങി ഈ പരിപാടികളൊക്കെ. ഈ വീട്ടിലുണ്ടോ മറ്റോടത്തുണ്ടോ, അയാൾക്കൊരു സ്റ്റുഡിയോ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്റ്റുഡിയോ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്തിൽ ഒരു മന്ത്രവാദി എൻ്റെ എങ്ങടിയൂരുള്ള ഒരു പൂജാരി പോലും പറഞ്ഞു കൊടുത്തിട്ട് അയാൾ മന്ത്രം ചെയ്തിരിക്കുക. ഏലസ് പാലക്കാടിലെ തങ്ങൾമാരും ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല. ആ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അത് എന്നിട്ട് ചെയ്തെന്ന് പറയും. അപ്പോൾ ആ വീട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോകാൻ ഒത്തില്ല. പിന്നെ അയാൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വേറെ ചിലത് കൊണ്ടുവന്നു. എന്താണ് കുരിശിൻ്റെ കാര്യം. അപ്പോൾ ആ ചെറിയ കൊന്തയുടെ കുരിശുമേ നൂലുകൊണ്ട് ചെട്ടിയിരിക്കുക. അപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞിരിക്കുക, തൻ്റെ അപ്പൻ്റെ മന്ത്രവാദം ശക്തമാണ്, ആ കുരിശിന് ശക്തി പോരാ, ആ ശക്തി പോവാണ്ട് ഞാൻ കെട്ടി നോക്കിയ രക്ഷയില്ല. കണ്ടോ എത്രമതി വിചിത്രമായ കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മുടെ ആൾക്കാരെ ക്രിസ്ത്യാനികളെ പോലും പറ്റിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് വലിയ കുരിശ് എന്നോട് ചോദിച്ചത് അയാൾ. കാര്യം പിടി കിട്ടി. ഞാൻ ചെറുതായാലും വലുതായാലും പ്രാർത്ഥന ഭരിക്കാം അച്ചേട്ടാ, ഞാൻ അങ്ങോട്ട് വരാം, വീട്ടിലോട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിന്നീട് സമയത്ത് പോകാൻ ഒത്തില്ല കാരണം അപ്പോഴത്തേനും ഇരമ്പൻ ബിഷപ്പ് തൃശ്ശൂരത്തെ വികാരിഞ്ഞുള്ള ഇരമ്പൻ അച്ഛൻ തൃശ്ശൂരത്തെ ബിഷപ്പായി വരുന്നതിൻ്റെ ഒരുക്കവും തിരക്കും ഒക്കെ ആയിട്ട് ഞാനങ്ങോട്ട് വിട്ടുപോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി കോയമ്പത്തൂരും വിട്ടു. പിന്നെ ആ ചേട്ടൻ്റെ പേരുമില്ല നമ്പറും ഒന്നുമില്ല. അങ്ങനെ ചരിത്രം. അപ്പോൾ അയാൾ പിറ്റേ ദിവസം കൊണ്ടുവന്ന് പറയാണ്, അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, എൻ്റെ അണ്ടർഗ്രൗണ്ടിലും വെച്ചിട്ടുണ്ട് അത്ര. ആ മനുഷ്യൻ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അവസരമായിരുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചുമില്ല. ഒരു വിടുതൽ പ്രാർത്ഥന നടത്തേണ്ടത് ആയിരുന്നുള്ള ഒരു ഇച്ഛാഭംഗം, ഒരു കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്താണ് അയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? സൂര്യാനിയിൽ ചെല്ലണം. അച്ഛന്മാർ പറഞ്ഞാൽ തൻ്റെ അപ്പൻ്റെ ചെയ്തിട്ടുള്ള മന്ത്രവാദത്തിൻ്റെ ശക്തി
കൂടോത്രൻ്റെ ശക്തി കുറയുള്ളൂ, തൻ്റെ ബിസിനസ് നേരെയാവുള്ളത് പറഞ്ഞു കൊടുത്തിരിക്കുക. ഇങ്ങനെയാണ് ഓരോ തരം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ തത്തമ്മ നോക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, തത്തമ്മ ഇപ്പം ഒന്നും കാണാറില്ല. ആറ്റുകൾ കാശുണ്ടാക്കാൻ പറയുന്ന പരിപാടിയാണ്. വല്ലതും ഒത്തായി. അതുപോലെ രാശി വയ്ക്കൽ, ഇതൊക്കെ ഒരു തരം അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. ഇന്നും രാശിയും ജ്യോതിഷമൊക്കെ വലിയ ശാസ്ത്രമെന്ന് പറയുന്ന കാലത്തിലും ഞാൻ അതിന് വെല്ലുവിളിക്കുകയാണ്. അവർക്കൊന്നും പറയാൻ പറ്റില്ല. ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയൊന്നും നിർത്താൻ ഒരു കല്ലും പുത്രമൊന്നും നടക്കില്ല. അപ്പോൾ മനുഷ്യന്മാർ പൂർവികരോ പാപങ്ങൾ ചെയ്താൽ അത് നമ്മളെ ബാധിക്കാം. അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ പിന്നാലെ പോയാൽ, അല്ലെങ്കിൽ ദൈവത്തിനുള്ള ആചാരവും വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നെ ശിക്ഷ അനുഭവിക്കും. നമ്മുടെ മക്കളും പേരമക്കളും 4 തലമുറകൾ അനുഭവിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ എൻ്റെ മലയാളി സഹോദരങ്ങൾക്ക്, കത്തോലിക്ക സഹോദരർ പ്രത്യേകമായിട്ട് ഇന്ന് നൽകുകയാണ്. അപ്പോൾ നമ്മളറിയില്ല പല കാരണന്മാർ ചെയ്തൊക്കെ ആയിട്ട്. മനസ്സിലായി? പണ്ട് കാലത്ത് നമ്മുടെ ഇടവിലൊരു കാരണവരുണ്ടായിരുന്നു, വിട്ട ഭഗവതിനെ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി വ്യക്തിപരമായി പോയി അത് പറയില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അത് ഞാൻ കോയമ്പത്തൂർ ചെന്നപ്പോൾ അവിടെ പള്ളി പണി കഴിഞ്ഞു, പാലക്കാട് നിന്ന് മാറി അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഞാൻ സന്ദർശനം തുടങ്ങി. അപ്പോൾ അവിടെ പോത്തന്നൂർ ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ചില പിള്ളേരുണ്ട്, ഒക്കെ ഞാൻ എംഎൽഎമാരെന്ന് വിളിക്കാം, അവിടുത്തെ പ്രതിനിധികൾ, അവരെ കൂടെ ഞാൻ പോവാണ് സ്കൂട്ടറിൽ. ചെന്നപ്പോൾ ഒരു വലിയൊരു ചായക്കട കയറി. വലിയ കടയാണ്, നീളമുള്ള കട, തൊട്ടടുത്ത് മില്ലുകളുണ്ട്. അപ്പോൾ ഒരു 5 മണി നേരത്തെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ കാപ്പി കുടിക്കുന്ന നേരം. അപ്പോൾ ഞാൻ ഇടപെടാൻ പോയില്ല. അപ്പോൾ എന്നോട് കൊണ്ടുപോയി ചേട്ടൻ പറഞ്ഞത്, ജോസേട്ടൻ പറഞ്ഞത്, അച്ഛാ അയാളുടെ പേര് വേലായുധൻ നായരനാണ് കേട്ടോ, പക്ഷേ വേലായുധൻ നായരൊന്നല്ല, ഫ്രാൻസിസ് എന്നാണ് അയാളുടെ പേര്, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ കാപ്പി ആൾക്കാരൊക്കെ പോയതിന് ശേഷം നോക്കിയപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ നിറച്ച് മന്ത്രവാദങ്ങളാണ്, തകിടുകൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നു, ചേട്ടാ അത് എന്തത് കാണിക്കണേ? നമ്മുടെ ഗുരുവായൂരുകാരനാണ്, അകലേക്കൊന്നും പോകണ്ട, തോമാച്ചൻ്റെ മുറ്റൊന്ന് വന്നിട്ടുള്ളതാണ്. അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തല്ല അച്ഛാ, ഇവിടെ വരുന്ന തമിഴന്മാർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. തമിഴക്കുവാനും അവർ കയ്യിൽ വെച്ചോട്ടെ, താൻ തരവി കടയിൽ വെക്കണേ. അയാൾ ഇങ്ങനെ സൂത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ ഞാൻ പറഞ്ഞു, തൻ്റെ പേര് എനിക്കറിയാം, ഫ്രാൻസ്, തൻ്റെ പേര് ഫ്രാൻസിസ് എന്നല്ലേ? അതെ. അപ്പോൾ മറുനാടൻ മലയാളി മുമ്പ് പഠിക്കുന്ന കാലത്താന്ന് കൊണ്ട് മറുനാടൻ മലയാളി സിനിമ നമ്മുടെ കുഞ്ഞിരാമൻ നസീറൊക്കെ കാണിച്ചൊരു സിനിമ ഞാൻ ഓർക്കുന്നുണ്ട്. മറുനാടൻ മലയാളി പേര് മാറ്റും. തമിഴ്നാട്ടിൽ വരുന്ന നമുക്ക് നസ്താനികളൊക്കെ പറയന്മാരെന്നാണ് ചിന്ത. അപ്പോൾ അതുകൊണ്ട് പലരും നായന്മാരായി. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചാക്കുണ്ണി പേര് മാറ്റി ഉണ്ണിനായരായി. അവൻ ഈ പന്ത്രണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ഫ്രാൻസിസാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സംശയം തോന്നി. ഒക്കെ ഞാൻ എടുത്ത് കളഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ തന്നെ കയറി കസരമ കയറി ഒക്കെ വാരി കൂട്ടി എൻ്റെ സ്കൂട്ടിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞാൽ വീട് വെഞ്ചിരിപ്പും കൂടി പോയതാണ്. ചേട്ടൻ്റെ വീട്, ചെറിയ വീടുണ്ട്, ഒരു കൗണ്ടന്മാർ വീട്. ചെന്നപ്പോൾ അവിടെ ഒരു മുറിയിൽ സാക്ഷാൽ മുരുകൻ്റെ പ്രതിമ വെച്ചുകൊണ്ട് വെളിച്ചം കത്തിച്ച് വെച്ചിരിക്കുക ഈ മഹാൻ. എൻ്റെ പൊന്നു വൈദ്യ സഹോദരങ്ങളെ, കോയമ്പത്തൂർ അച്ഛന്മാർ, കേരളത്തിലെ അച്ഛന്മാർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവിടെയുണ്ട്, ഇവിടുത്തെ കാര്യം പറയാം. കണ്ണയിലും ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? ഞാൻ മോണ്ടിയാലിൽ ഇപ്പോൾ വലിയൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അന്ന് തൊട്ട് ഈ കോയമ്പത്തൂർ തൊട്ട് ഞാൻ പിന്നെ ഇതൊക്കെ പിടിച്ചെടുക്കുന്ന പരിപാടിയായി. ഞാൻ ആ കോയമ്പത്തൂർ മാറി ഈറോഡ് വികാരിയായിട്ട് പോകുന്ന വരയ്ക്കും ആ കോയമ്പത്തൂർ ഇടവേറെ പല വീടുകളിൽ നിന്നും ഇങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കോയമ്പത്തൂർ ഞങ്ങൾ പണ്ട് കുർബാന തുടങ്ങിയത് 66 ഒരു ഹോളാണ്. അന്ന് ഞാൻ മൈനസ് സെമിനാറില്ല. ആ കുർബാന തുടങ്ങുമ്പോൾ ഞങ്ങളവിടെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരെ പോൾ ചെട്ടിപ്പള്ളും ജോർജ് എറമ്പഴത്തിലൊക്കെ ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലമാണ്. ആ പള്ളി പിന്നീട് നമ്മുടെ പള്ളിയായി മാറി, രൂപതാ പള്ളി. ഇപ്പോൾ അതൊക്കെ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്ന വരയ്ക്കും നമ്മുടെ തട്ടിലച്ചൻ്റെ കാലത്തും ഞാൻ ആ പടങ്ങൾ അവിടെ അതൊക്കെ കൊളുത്തിട്ടു. അപ്പോൾ ആൾക്കാർ ചോദിക്കുക എന്താ വെച്ച് കാണുക? ഞാൻ പറഞ്ഞു മറുനാട്ടിൽ വന്ന കത്തോലിക്കയുടെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണൊക്കെ, തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ എന്ന് പറയും തമാശ രൂപത്തിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി എടുത്ത് കളയാനേ പറ്റുള്ളൂ. വലിയ പ്രശ്നം അവർ പറഞ്ഞില്ലാത്തതിന് പിന്നെ അങ്ങനെ ഒരു വിടുതൽ പ്രാർത്ഥന നടത്താനുള്ള ആ മൂടായിട്ടായിരുന്നില്ല എനിക്ക്. വെഞ്ചിരിക്കും, കുരിശ് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുരിശാണ്. ഇത് ചെറിയ കുരിശാണ്, വലിയ കുരിശ് ബെനഡിക്റ്റിൻ്റെ കുരിശാണ്. ബെനഡിക്റ്റ് പുണ്യവാളിന് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പിന്നീട് പല പുണ്യാളന്മാർക്ക് അങ്ങനെ കഴിവുണ്ട്. അപ്പോൾ അവരുടെ മാധ്യസ്ഥ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊന്ത ധരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ചെറിയ കുരിശ് നമ്മുടെ പുത്തമ്പള്ളിയിൽ നിന്ന് കടയിൽ നിന്ന് ഇടവേറെ കടയിൽ നിന്ന് മേടിച്ചതാണ്. കുരിശ് ഇപ്പോൾ കുരിശില്ല. അപ്പോൾ ഇതിൽ ബെനഡിക്റ്റൻ ക്രോസ് കണ്ടപ്പോൾ ഞാൻ 5-10 മേടിച്ചു വെച്ചു. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ആ കുരിശ് തന്നെയാണ്. അതിലേറെ കുർബാന വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നടക്കുക. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കാണാൻ പറ്റാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മാധ്യമത്തിൽ വന്ന സുധാകരനെതിരായിട്ട് കൂടത്ത് ചെയ്യുന്നുള്ള കാര്യം വന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ ഞാൻ വിശദീകരിച്ചത്. അത് കഴിഞ്ഞ് ഈറോഡ് ഇപ്പോൾ പടങ്ങൾ വയ്ക്കുകയാണ്, ദൃഷ്ടിപടം. അത് നസ്താനി വീടുകളാണ്.
ചേട്ടാ അപ്പോഴും പറയുന്നതാണ്, ഞാൻ അത് വെക്കേണ്ടവർ. അപ്പോൾ നമ്മുടെ അച്ഛന്മാരും അതൊന്നും പറഞ്ഞില്ല എന്ന് പറയും. നമ്മുടെ അച്ഛന്മാർ ഇത് കൂട്ടി നിൽക്കാമെന്ന് മനസ്സിലായി എനിക്ക് ഈ റോഡ്. അപ്പോൾ പിന്നെ അവിടെ അതിന് വേറെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അത് നടക്കാൻ നേരം കിട്ടിയില്ല. നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട കാലമായിരുന്നു ഈ റോഡ് 77, 78, 73 കൊല്ലങ്ങൾ. അപ്പോൾ ഇനി തൃശ്ശൂർ ഭാഗത്ത് വന്ന ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കാം. തൃശ്ശൂരിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിന് അടുത്തുള്ള മറ്റൊരു പള്ളിയിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടന്നു. ഞാൻ 6 മാസം അവിടെ സ്റ്റഡി ലീവിന് ഇരുന്നതാണ്. ആ സമയത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ, തൃശ്ശൂർ വരിയങ്ങൾ ബിസിനസ് വിളിച്ച ചേട്ടൻ എൻ്റെ അടുത്ത് പോയിട്ട് പറച്ച, എനിക്കൊരു പ്രശ്നം ഉണ്ട് അച്ഛാ. അപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി ഈ മന്ത്രവാദത്തെ കുറിച്ച് ചോദിക്കാൻ പോണ ചേട്ടൻ. ഞാൻ പറഞ്ഞു ഇപ്പം മിണ്ടരുത്, ഞാൻ നാളെ പ്രസംഗം പറയാം, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നും വന്നിരിക്കുക, പള്ളിയുടെ ഇരിക്കണം. എനിക്ക് അറിയാം ചേട്ടനെ കാണാൻ 4 ദിവസം സ്നേഹമുള്ള ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ ഇതല്ല. പക്ഷേ അദ്ദേഹത്തിനെ പറ്റിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ ശനിയാഴ്ച വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ അരിയങ്ങാടി, തൃശ്ശൂർ അരിയങ്ങാടി 4 കത്തോലിക്കർ 4 സുറായുള്ളൂ. ഇപ്പോൾ 8 പേര് കുർബാനയ്ക്ക് വന്നിരുന്നു. എനിക്കൊന്നും അവരെ കാണാൻ ശ്രദ്ധിക്കില്ല, നിറച്ച് പള്ളിയിൽ നമ്മുടെ അറവക്കാർ വേറെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി, ഞായറാഴ്ച രാത്രി ഞാൻ ആളുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അച്ഛൻ്റെ നാട്ടിലത്തെ പണിക്കരുടെ മന്ത്രമാണ് തകിട് പോലെ എൻ്റെ വീട്ടിലുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് 2-3 ഞാൻ എടുത്തു, അകത്തുള്ളതൊക്കെ എടുത്തു. പിന്നെ മുറ്റത്തായിരുന്നു, അതാ രാത്രി കുത്തിപ്പൊളിക്കാനും പിടിക്കാനും കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന നടത്തി ഞാൻ അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് കുറേ നാളത്തേക്ക് ചേട്ടൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറി, ഭാര്യയുടെ അസുഖങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മാറി എന്ന് ഞാൻ കേട്ടു. പിന്നെ എനിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചേട്ടൻ അപ്പം മരിച്ചുപോയി, ഞാൻ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പള്ളിയിൽ നിന്ന് ഞാൻ ഒരിക്കൽ ഇവിടെ കുണ്ടോളം പിതാവ് വലിയ അടുപ്പായിരുന്നു എന്നോട്. ചെന്നിട്ട് പിതാവേ, നമ്മുടെ തൃശ്ശൂരത്തെ നസാണികളും മുതലാളിമാരും ഇങ്ങനെയൊക്കെ മന്ത്രവാദം എന്നിട്ടാണ് പറയണ്ടെന്ന് ചോദിച്ചാൽ എന്നോട്, സ്നേഹത്തിൽ പറയാം എന്നോട്. ഞാൻ പറയും പിതാവേ, വ്യാകുലമാതാൻ്റെ പള്ളിയിലും കൊണ്ടിടും, കുറച്ച് പൂജാരികളും വയ്ക്കും. തൃശ്ശൂരത്തെ കച്ചവടക്കാർ കുറേ ഉണ്ടെങ്കിലും ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന നസാണികൾ ഉണ്ടെന്ന് തീർച്ചയാണ്. കുറച്ച് കാലം മുമ്പ് ഞാൻ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. ഞാൻ ഒരിക്കലും ഒരു ഭാവന തിയേറ്റർ ചെന്നപ്പോൾ അവിടെ ഇതിനെ വെച്ച് കുംഭകർണം വെച്ചിരിക്കുക. ഞാൻ എല്ലാവരും പോയപ്പോൾ ചോദിച്ചു, ചേട്ടത് എന്താ താൻ നസാണിയാണല്ലോ, തിരുവഴുത്തിൻ്റെ പടം അവിടെ ഉണ്ടല്ലോ, പിന്നെ ഈ കുംഭകർണം വെക്കുക, അത് ചൈനക്കാരൻ ഇതാണ്. ഈ കുംഭകർണനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ബുദ്ധൻ്റെ പ്രതിമ വെച്ച ഇതുണ്ടാവുന്നതാണ്, വലിയ പ്രതിമ. അപ്പോൾ അത് വലുത് വെച്ച് ആരും മേടിച്ചിട്ടുമില്ല. അപ്പോൾ അയാൾ വെച്ച് ആ കടയിൽ ബിസിനസ് ഉണ്ടാവാനാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടവേലുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ പണം ഉണ്ടാവും. ഇനി പിശാചിൻ്റെ പ്രവർത്തനം ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിശാച് നമുക്ക് പണം തരും, പ്രസിദ്ധി തരും, അതുപോലെ തന്നെ നമ്മൾ തട്ടി തകർത്ത് കളയും. അത് തീർച്ചയാണ്. അതാണ് പിശാചിൻ്റെ പണി. അതിനുള്ളൊരു വചനം ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവൻ തരാൻ വരികയാണ്. കള്ളൻ, അതായത് സാത്താൻ വരുന്നത് നമ്മൾ നശിപ്പിക്കാനാണ്. അവൻ നമ്മളെ കൊന്നേ പോകൂ. നമ്മൾ പറയില്ലേ, ഞാൻ കൊണ്ടേ പോകുന്നു. സുധീരൻ ഇവിടെ സതീശൻ പറയുന്നത് പോലെ ഞങ്ങൾ പിണറായിനെ കൊണ്ടേ പോകുള്ളൂ, SFIയുടെ കയറി പറഞ്ഞ പോലെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. കൊണ്ടേ പോവുള്ളൂ. നമ്മൾ നശിപ്പിച്ചിട്ട് പിശാചിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അമ്പലങ്ങളും കുന്തങ്ങളിലൊക്കെ പോകുന്നവരെ കർത്താവ് വെറുതെ വിടില്ല. കർത്താവ് കഠിനമായി ശിക്ഷിക്കും. ആ ശിക്ഷ ഒഴിഞ്ഞു മാറാൻ അതിൻ്റെ പിന്നാലെ പോകുന്ന എൻ്റെ നാട്ടിലിതും പുറത്തൊക്കെയുള്ള എല്ലാ മലയാളി സഹോദരങ്ങളോടും കാനഡയിലും അമേരിക്കയിലുള്ള മറുനാടൻ മലയാളികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെയുള്ള വേണ്ടാത്തൊന്നും പോകണ്ട. കൈ കൊടുക്കുക, സ്നേഹം കാണിക്കാന്നല്ലാണ്ട് അമ്പലങ്ങൾ നേർച്ച നേരുകയോ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കുകയോ ചെയ്താൽ ശാപങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാർ വെഞ്ചിരിപ്പിന് പോകുമ്പോൾ അച്ഛന്മാരത് പറയുകയും അവർ ചോദിച്ചാൽ ചിലപ്പോൾ സമയം കണ്ടെത്തണം. എല്ലാ അച്ഛന്മാർക്കും വരം കിട്ടിയിട്ടുണ്ട് പിശാചിനെ പുറത്താക്കാൻ. അത് ചെറിയ തോതിലുള്ള പിശാച് മതി. നമ്മുടെ അന്നാവെള്ളം തെളിച്ച് ഓടിപ്പറഞ്ഞ് പോന്നാൽ പോരാ, കാപ്പി കുടിക്കാണ്ടും പോരാ. പക്ഷേ തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ അടിച്ചാലും പോരാ. അങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി വന്യ വൈദിക സഹോദരന്മാർ വീട് വെഞ്ചിരിപ്പുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വിധത്തിലുള്ള ശല്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകും. പിശാച് നമ്മൾ ചെയ്താലും നമ്മുടെ പൂർവികർ ചെയ്താലും അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്കുണ്ടാകും, നമ്മുടെ തലമുറകൾക്കുണ്ടാകും എന്നുള്ള സത്യം മനസ്സിലാക്കണം. യുക്തിവാദികൾക്കോ മീഡിയ 16-18 മഹാന്മാർക്കും ഇതൊന്നും അറിയില്ല. അവരൊക്കെ അന്ധവിശ്വാസമാണ്. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്കും പറയില്ല. അയാൾ ചിലപ്പോൾ അതെന്താ അയാളെല്ലാം അമ്പലത്തിൽ വല്ലതും കൂടാതെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അവർക്ക് സൂത്രക്കൂടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നിട്ട് പറയും ഞങ്ങൾ വലിയ മതേതരന്മാരാണ്, ഞങ്ങൾ അന്ധവിശ്വാസം ഇതാണെന്നൊക്കെ പറയും. ഇത് അന്ധവിശ്വാസം മനുഷ്യൻ്റെ സഹജമായിട്ടൊരു പ്രത്യേകതയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് കിട്ടാണ്ട് വരും നേരെ പോയി പിശാചിൻ്റെ അടുത്തേക്കുക. പിശാചാണെങ്കിൽ ഓടി നടക്കുകയാണ്. 10 വർഷം ലേഖനത്തിൽ പറഞ്ഞു ഓടി നടക്കുകയാണ്, അലറുന്ന സിനിമത്തെ പോലെ ആര് വിഴുങ്ങേണ്ടെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ കടുവയും
ആനയൊക്കെ ഭക്ഷണം കിട്ടാണ്ടപ്പോൾ ഒരുപാട് നാട്ടിലേക്ക് വരികയാണ് തിന്നാൻ കുടിക്കാൻ. എന്താ പറഞ്ഞ പോലെ എത്ര ആത്മാക്കളെ നശിപ്പിക്കാൻ പറ്റും അത്ര കിട്ടാൻ വേണ്ടിയിട്ട് പിശാച് ഓടി നടക്കുന്ന കാലഘട്ടമാണ്. അത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ആകാം, കൂട്ടുകാരിലൂടെ ആവാം, അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലൂടെ ആകാം, പലതരത്തിലുമൊക്കെ നമ്മളെ ബാധിക്കും. അവർ ചെയ്യുന്നത് ഞാൻ കുറ്റം പറയില്ല, അവർ ചെയ്തോട്ടെ, അവർക്കതേ അറിയുള്ളൂ. അവിടെ പൂരങ്ങളും ഭരണികളും ഉത്സവങ്ങളൊക്കെ ഈ ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണി തന്നെ എന്താണ് നടക്കുന്നത് അവിടെ? അത് ചാത്ത സേവ നടക്കണേ, മനസ്സിലായോ? ഭരണി കോഴിനെ കൊല്ലാണ്. ഒരു കൊല്ലം സെമിനാരിൽ നിന്ന് വരുമ്പോൾ 69 എൻ്റെ ഓർമ്മ, അതിൽ കൂടെ കടന്നു പോകുന്നു ഉള്ളിൽ കൂടെ തെറിപ്പാട്ട്. അപ്പോൾ പണ്ട് കേൾക്കാം. അപ്പോൾ ഇതിലൊക്കെ ഈ ചാത്താൻ അത് സാമ്യമായിട്ട് അവതരിപ്പിക്കും. തമിഴ്നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചാത്ത സാമ്യ പറയുന്നത്. അപ്പോൾ ആ സാമ്യയായാലും കുന്തായാലും പിശാചാണെന്നും പിശാചിന് ശക്തി ഉണ്ടെന്നും അത് ദൈവം എടുത്ത് കളഞ്ഞിട്ടില്ല എന്ന് എന്തുകൊണ്ട് കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ആ ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ഇനി അവസാനത്തെ കർത്താവ് വരുന്ന കാലഘട്ടത്തിലേക്ക് പിശാചിന് ശക്തി കളഞ്ഞ് പിശാചിനെ എന്നേക്കുമായിട്ട് നരകത്തിൽ തള്ളിവിടും എന്നാണ് മത്തായിയുടെ സുവിശേഷം 24-ലും ലൂക്കായുടെ സുവിശേഷം 21-ലും നമ്മൾ വായിക്കുക. അതുപോലെ വെളിപാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. മിഖായേൽ മാലാഖ അവിടെ ശക്തി വന്നുകൊണ്ട്, മിഖായേൽ ലൂസിഫറിന് എതിരായുള്ള ആളാണ്. മിഖായേൽ ദൂതൻ, അദ്ദേഹത്തിൻ്റെ ശക്തി, പ്രാർത്ഥന, സഹായം എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ സന്ദേശം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം. എൻ്റെ വാട്സപ്പിലോ ഇമെയിലിലോ വയ്ക്കാം. 1-647-548-53-73 nicholas.porathur@gmail.com. എൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് ഏറ്റവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവിടെയും കാണാം, എൻ്റെ നമ്പറും അഡ്രസ്സും ഒക്കെ. എല്ലാവർക്കും കൃപ നൽകട്ടെ. ഈശോയുടെ കുരിശിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇതുപോലെ അറിഞ്ഞും അറിയാതെയും അന്ധവിശ്വാസങ്ങളിൽ എതിരെന്ന് പറയുകയും അതിൻ്റെ പിന്നാലെ പോയി നശിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പള്ളികളെയും നീ സംരക്ഷിക്കണമേ. അതുപോലെ കർത്താവ് യേശുവെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കണമേ. പിശാചിൻ്റെ കുടിൽ തന്ത്രങ്ങൾ പെടാതിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ രാഷ്ട്രീയക്കാരെയും പ്രത്യേകിച്ച് കത്തോലിക്കരായ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ ആസ്വദിക്കുകയും ബലപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.